മലബാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ് കോഴിക്കോട് ജില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ കൊടുവള്ളിയിലെ മുൻ ഇടത് MLA കാരാട്ട് റസാക്കിനെ UDF പാളയത്തിൽ എത്തിച്ച് ചെറിയൊരു വിസ്മയം സൃഷ്ടിക്കാൻ കഴിഞ്ഞ UDF ജില്ലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന പിടിവാശിയിലാണ്. UDFന്റെ വിജയപ്രതീക്ഷ മലബാറിലെ മുന്നേറ്റമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ സീറ്റ് നില UDFന് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഹൈന്ദവ സമുദായത്തിന് മേൽക്കൈയുള്ള ജില്ലയാണ് കോഴിക്കോട്. ഹൈന്ദവർ 57% വരും, മുസ്ലിങ്ങൾ 39.5%, ക്രൈസ്തവർ 4.6% വരും. 13 മണ്ഡലങ്ങളാണ് ജില്ലയുടെ പരിധിയിൽ വരുന്നത്. വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി എന്നിവയാണ് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിലെ 13-ൽ 11 മണ്ഡലങ്ങളിൽ ജയം നേടി. 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDFനെ വിജയിപ്പിച്ചത്. UDF ജയം വടകരയിലും കൊടുവള്ളിയിലും മാത്രമായി ഒതുങ്ങി. മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ജില്ല പൊതുവെ LDFന് ഒപ്പമാണെന്ന് കാണാം. കോഴിക്കോട് സൗത്തും തിരുവമ്പാടിയും കൊടുവള്ളിയും UDFന് അനുകൂലമായി വിധിയെഴുതാൻ മടിക്കാത്ത മണ്ഡലങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ വിജയിപ്പിക്കുന്ന കോഴിക്കോട് ജില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDFന് ഒപ്പമാണ്. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങൾ 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലാണ് വരുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പതിവായി MK രാഘവനെയാണ് വിജയിപ്പിക്കുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലും 2024 ലീഡ് ഷാഫി പറമ്പിലിനായിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന തിരുവമ്പാടിയിലും UDF ലീഡ് നേടി. ജില്ലയിൽ NDA ശക്തമായ സാന്നിധ്യമാണ്. 10,000-നും 30,000-നും ഇടയിൽ വോട്ടുകൾ NDAയ്ക്ക് ജില്ലയിലെ മണ്ഡലങ്ങളിലുണ്ട്. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് കാലിടറി. കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയെങ്കിലും 16 ഡിവിഷനുകൾ നഷ്ടമായി. ജില്ലാ പഞ്ചായത്ത് ഭരണം കൈവിട്ടുപോയി. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്കുകളിലും വലിയ തിരിച്ചടി നേരിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ കനത്ത തിരിച്ചടി നേരിട്ടു. കയ്യിലുണ്ടായിരുന്ന 15 പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമായി. കോർപ്പറേഷനിൽ NDA 13 ഡിവിഷനുകൾ നേടി കരുത്തുകാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അസംബ്ലി മണ്ഡലം തലത്തിൽ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിലാണ് LDFന് കനത്ത നഷ്ടം സംഭവിച്ചത്. 10 സീറ്റുകളിൽ UDF ലീഡ് നേടി. 3 സീറ്റിൽ മാത്രമാണ് LDFന് ലീഡുള്ളത്. എലത്തൂരിലും ബേപ്പൂരിലും കോഴിക്കോട് നോർത്തിലും മാത്രമാണ് LDFന് നേട്ടമുണ്ടായത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ ലീഡ് കുറഞ്ഞു. UDFനായി ഇവിടെ PV അൻവർ എത്തിയതോടെ ബേപ്പൂരിൽ പോരാട്ടം കനത്തു. ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഇത്തവണ ജില്ലയുടെ വിധി നിർണ്ണയിക്കുമെന്നാണ് വിലയിരുത്തൽ.